ഗൈസ്, നിങ്ങൾ KTU S1 സ്റ്റുഡൻസ് ആണ് എങ്കിൽ റൈറ്റ് പ്ലേസിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. പൈത്തൺ ജനുവരി 3 നടക്കാൻ പോകുന്ന നിങ്ങളുടെ പൈത്തൺ എക്സാമിന്റെ മൊഡ്യൂൾ 2ന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പഠിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ ഈ പറയുന്ന രീതിയിൽ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. 100% നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഒരുപാട് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ റീലുകളായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയും ടെലിഗ്രാം കമ്മ്യൂണിറ്റി വഴിയും കൊടുക്കുന്നുണ്ട്. ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. മൊഡ്യൂൾ 1ന്റെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 2 അൽഗോരിതം ആൻഡ് സീറോ കോഡാണ് അതിൽ ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അവസാനമായിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അതിൽ ഒന്നാമത്തത് ഡെഫിനിഷൻ. അൽഗോരിതം സീറോ കോഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ദെൻ അതിന്റെ റീസൺസ്, അതിന്റെ റീസണിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അറിയണം. ദെൻ അതിന്റെ കൺസ്ട്രക്ടിങ് ആണ് വരുന്നത്. കൺസ്ട്രക്ഷൻസ് എന്തൊക്കെ വരും? സീക്വൻസിങ്ങും അതുപോലെ തന്നെ സെലക്ഷനും. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇഫ് കേസ് ഒക്കെ വരുമ്പോൾ ഉള്ള ചില പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ. അതുപോലെ തന്നെ റെപ്പറ്റീഷൻ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഫോർ, വൈൽ, റിപ്പീറ്റിൽ, അൺടിൽ, ലൂപ്സ് ഒക്കെ വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ നോക്കിയിട്ടേ പോകൂ. കോഡിങ് എക്സാമ്പിൾസ് നോക്കിയിട്ടേ പോകാവൂ. ഇപ്പോൾ ഡെഫിനിഷനും ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ട്സും നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ അതിന്റെ സെക്കൻഡ് പാർട്ട്, മൊഡ്യൂൾ 2ന്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് ഫ്ലോ ചാർട്ട്സ് ആണ്. ഇപ്പോൾ ഫ്ലോ ചാർട്ട്സിൽ സിമ്പിൾസ്, അതായത് അതിന്റെ ബേസിക് ആണ്. സിമ്പിൾസ് എന്തിനൊക്കെയാണ്, ഏതൊക്കെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് അൽഗോരിതമിക് കാൽക്കുലേഷൻ. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് അതുപോലെ തന്നെ എൻഡ് അൽഗോരിതമിക് കാൽക്കുലേഷൻ, അതിന്റെ ഇടയിൽ വരുന്ന കണ്ടന്റ്സും അതുപോലെ ഇതിന്റെ യൂസേജും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്, കോള്, സെലക്ഷൻ, ഫോർ ലൂപ്പ്, ഫ്ലോ ലൈൻ. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ വന്ന് വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അറ്റ്ലീസ്റ്റ് ആ നോട്ട് ഒരു തവണയെങ്കിലും നമ്മുടെ നോട്ട്സിലൂടെയോ അല്ലാത്ത സ്റ്റഡി മെറ്റീരിയൽസിലൂടെയോ പോകുന്നവർക്കറിയാം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഫോർ എക്സാമ്പിൾ ഫോർ ലൂപ്പ് എന്തായാലും നിങ്ങൾക്ക് പാർട്ട് എയിൽ അല്ലെങ്കിൽ ബിയിൽ ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കരുത്. ദെൻ ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് കണക്ടേഴ്സ് ആണ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തിയറി വരത്തില്ല. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കോഡ് ചെയ്യാൻ നേരത്ത്, ഫ്ലോ ചാർട്ട് ചെയ്യാൻ നേരത്ത് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടും വരുന്നത്. ഇപ്പോൾ 2 പോർഷൻസേ ഉള്ളൂ. ഒന്ന് അൽഗോരിതം ആൻഡ് സീറോ കോഡും മറ്റൊന്ന് ഫ്ലോ ചാർട്ടും ആണ് മൊഡ്യൂൾ 2 വരുന്നത്. ഈ രീതിയിൽ നോക്കിയിട്ട് പോവുക. നമ്മൾ പരമാവധി പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് റീൽസ് ആയിട്ട് ചെയ്യും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക.